നിർത്തേണ്ടത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് നിർത്താതെ പോയത്. വീട്ടിൽ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കൻ ഗുനിയ ഉൾപ്പെടെയുണ്ട്. നേരത്തെയും പല അസുഖങ്ങൾക്ക് ചികിത്സയിൽ ആയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മണിയമ്പിള്ള രാജു വിശദീകരിച്ചിട്ടുമുണ്ട്. ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാകേണ്ടത്. ഒപ്പം ഇനി അറിയേണ്ടത് സ്റ്റേഷൻ ജാമ്യം മണിയമ്പിള്ള രാജുവിനെ ലഭിക്കുമോ എന്നതാണ്. സ്റ്റെഫിൻ, സ്റ്റേഷൻ ജാമ്യത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? രതീഷ്, ഏതായാലും നേരത്തെ അഭിഭാഷകനോടൊക്കെ സംസാരിക്കുമ്പോഴും അവരെല്ലാം തന്നെ ആത്മവിശ്വാസത്തിലാണ്. സ്റ്റേഷൻ ജാമ്യം തന്നെ ലഭിച്ച് പുറത്തിറങ്ങാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നേരത്തെ അവരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. കാരണം ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ വലിയ ഗുരുതരമായ വകുപ്പുകളല്ല. അപക്വമായി വാഹനം ഓടിച്ചു, ഉദാസീനമായ വാഹനം ഓടിച്ചു, അതോടൊപ്പം തന്നെ ഈ വൈദ്യസഹായം ലഭ്യമാക്കിയില്ല തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. അതൊന്നും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അങ്ങനെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും FIR ചുമത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ വകുപ്പ് ഏതെങ്കിലും തരത്തിൽ ചുമത്തുമോ എന്നുള്ളതെല്ലാം അല്പസമയത്തിനകം തന്നെ അറിയാം. മണിയമ്പിള്ള രാജുവിനോട് വിശദമായി ഇനി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതാണിപ്പോൾ മ്യൂസിയം സ്റ്റേഷനകത്ത് നടക്കുന്ന നിയമപരമായ നടപടിക്രമം. പോലീസ് വിശദമായി കാര്യങ്ങൾ ചോദിക്കും. അതോടൊപ്പം ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവാക്കളെ അവരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അതും നടക്കും. അത് പ്രാഥമികമായി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണിയമ്പിള്ള രാജുവിൻ്റെയും മൊഴിയെടുത്തിട്ടുണ്ട്. ഇത് രണ്ടുപേരും രണ്ട് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ഈ വാഹനം വന്ന് മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലും ആ ഒരു നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചത്. പക്ഷേ യുവാക്കൾ പറയുന്നത് ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു, ഈ വാഹനം ഇങ്ങോട്ടേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിനെ യുവാക്കൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയാണ് തുടർ നീക്കങ്ങൾ എന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ചും ഇനി CCTV ദൃശ്യങ്ങളായിരിക്കും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം. അതിൽ മാത്രമേ ഒരു വ്യക്തത ഈ കാര്യത്തിൽ രണ്ട് കൂട്ടരും പറയുന്ന ഒരു മൊഴിയിൽ ഉണ്ടാവുകയുള്ളൂ. ചികിത്സയിലാണ് ഇപ്പോൾ നിലവിൽ ആ യുവാക്കളുള്ളത്. ശസ്ത്രക്രിയയൊക്കെ തന്നെ അവർക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുക. ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആ വാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുള്ള പരിശോധനയായിരിക്കും. അല്ലെങ്കിൽ വാഹനം മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങളായിരിക്കും ഇനി ബാക്കി ഉള്ളത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് മണിയമ്പിള്ള രാജു ഉള്ളത്. ഇനി കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്. അതേസമയം ഈ പരിക്കേറ്റ യുവാക്കളുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്ന കാര്യത്തിലുമൊക്കെ ഇനി കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് മണിയമ്പിള്ള രാജു ഉള്ളത്. ഭയം കൊണ്ട് വാഹനം നിർത്താതെ പോയി എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ ഗൗരവ സ്വഭാവമുള്ളൊരു അപകടമാണ് അവിടെ ഉണ്ടായത്. എന്നിട്ടും എന്തുകൊണ്ട് വാഹനം നിർത്താതെ പോയി എന്ന കാര്യത്തിൽ വലിയ സംശയമാണ് നിലനിൽക്കുന്നത്. അക്കാര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇനിയും അന്വേഷണത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടത്.